അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാടാ പോൾ ബാർബർ. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ കൊക്കക്കോളം നിങ്ങളെ പിടിച്ച് കടിച്ച? നീലവിയൽ എന്തായോ എന്തോ. ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? ഉച്ചക്ക് മതി. ആ ഹമുക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല സ്നേഹം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാലക്കിൽ നിന്ന് വിളിക്കും, മോനെ ഉദയാന്ന്. എന്നിട്ട് ഒരു ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തേലും വെച്ച് തരും. ഒന്നുമില്ല, ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി. തലവേദനയാണ്, കുളിമുറിയിൽ വീണു എന്നൊക്കെ വിളിച്ചറിയിക്കാൻ നാട്ടിലെനിക്കിനി ആരുമില്ല. ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ആരും അറിയണ്ട. അറിഞ്ഞ പിന്നെ ദുഃഖം അറിയിക്കാനും അനുശോചിക്കാനൊക്കെ ആ സെക്രട്ടറിയും കൂട്ടരും വരും. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ലേ. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. ആരാണ് അയാൾ? വി ആർ ഓൾസോ ഈഗർ ടു സീ ഹിം. അറിയില്ല, എവിടെ നിന്നും അയാൾ വന്നു. ഞങ്ങളുടെ ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ എങ്ങോട്ട് അയാൾ പോയി? മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല.